ഹലോ ക്യൂട്ടീസ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളെ ഗോവ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തത്തെ ഫുഡ് ആർക്കും അങ്ങനെ പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്ന്. ഇന്നലെ കടലിൽ കളിച്ചിട്ട് മതിയാവത്തോണ്ട് തന്നെ എല്ലാവർക്കും രാവിലെ തന്നെ ഒന്നുകൂടി ബീച്ചിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കോൾവ ബീച്ചിലേക്ക് നമ്മൾ ഒന്നുകൂടെ പോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഈ ഉപ്പുവെള്ളം കണ്ണിൽ പോകുമ്പോൾ ഭയങ്കര നീറ്റിലായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് അധികം കടലിൽ ഇറങ്ങി കളിക്കാൻ നിന്നിട്ടില്ല. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷെ ആദോട്ടനും കാശിക്കുട്ടനും നല്ല കളിയായിരുന്നു. ഇജുവേട്ടൻ അതിനേക്കാളും കൂടുതലായിരുന്നു. ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലെ ഇജുവേട്ടനെല്ലാം കളിച്ചത്. ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യും. ഇന്ന് ഈവനിങ് മുരുടേശ്വരത്ത് സ്റ്റേ ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. പോകുന്ന വഴിക്ക് നമ്മളെ നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിൽ ഒന്ന് കയറി. ഇന്ത്യയിൽ തന്നെ ഏക നേവൽ ഏവിയേഷൻ മ്യൂസിയമാണിത്. പഴയ നേവി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ച ബോംബുകളെല്ലാം ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഔട്ട്ഡോർ എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ഉണ്ട്. രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഈ ഒരു അവസരത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്ന ChatGPTനോടുള്ള നന്ദി ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ChatGPT. ഇതിനകത്തുള്ള ഒരു വിമാനത്തിനുള്ള നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ആദോട്ടിന്റെ വകയുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാമേ. 2007 ഇത് നിർമ്മിച്ചത്. ഇത്രയും വലിയ ഹെലികോപ്റ്റർ. ഓക്കെ, അതിനെന്തെങ്കിലും പറയണ്ട. ഓക്കെ, നമുക്കിന്ന് ഇറങ്ങാം. അടുത്തേക്ക് ഇറങ്ങാം. അടുത്ത് നമുക്ക് കയറാൻ പോവാണ്. പിന്നെ നമ്മൾ ഇൻഡോർ ഗാലറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് നമുക്ക് ചെറിയൊരു സ്ക്രീൻ ടൈം ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി. രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അടുത്തേണ്ട ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ചിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ആസ് യൂഷ്വൽ വെജ് താലി തന്നെ ഓർഡർ ആക്കി. കാരണം നോൺ വെജ് വാങ്ങിക്കഴിക്കാൻ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ റൈസ് ഇഷ്ടമല്ലാത്തവര് ചപ്പാത്തി എടുത്തു. ബാക്കിയുള്ളവര് റൈസും ആ മുട്ടയെല്ലാം കൂട്ടി കഴിച്ചു. ഇന്നലെ കഴിച്ചതിനേക്കാളും മച്ച് ബെറ്റർ ആയിരുന്നു ഇന്നത്തെ ഫുഡ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ രണ്ടാളും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമ്മള് ഗോവയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് നമ്മള് മുരുടേശ്വരത്ത് കയറി ചെന്ന് പോകുന്നത്. മുരുടേശ്വരത്ത് കയറി മുന്നേ ഗോവയോട് ഒന്ന് താച്ച പറഞ്ഞിട്ടാ പോയത്. പിന്നെ പോലീസുകാരൻ അച്ഛൻ കാർഡ് കാണിച്ചു, കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പുറത്തെ പോലീസ് രമേശപ്പാപ്പൻ മിലിറ്ററിയും അവൻ കൃഷിക്കാരനുമാണ്. അതെല്ലാം പറഞ്ഞു പോലീസ് അവരെ ഏൽപ്പിച്ചു. അപ്പൊ നമ്മുടെ മുരുടേശ്വരത്ത് എത്തിയിട്ട് നമ്മൾ RC കാർ വാങ്ങിച്ച് ബൈ ബൈ. അപ്പോൾ ആദോട്ടം പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് മുരുടേശ്വരത്തേക്കാണ് പോകുന്നത്. അതിനിടക്ക് വന്നത് നമ്മളെ പോലീസ് കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ശിരൂര്, നമ്മളെ സഹോദരൻ അർജുന്റെ ജീവൻ കവർന്ന സ്ഥലം. അങ്ങനെ വീണ്ടും ChatGPTനോട് സഹായം ചോദിച്ചിട്ട് നമ്മൾ മുരുടേശ്വരത്ത് ഒരു റൂം സെറ്റാക്കി. മുരുടേശ്വരത്ത് നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടത്തേക്ക് റൂമിലേക്ക്. അങ്ങനെ കുളിച്ച് ഫ്രഷായി എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. മുരുടേശ്വരം ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയത് 123 അടി ഹൈറ്റുള്ള ശിവന്റെ പ്രതിമയാണ്. പിന്നെ പറയാനുള്ളത് ആ ടെമ്പിളിന്റെ ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കാണാൻ നല്ല ഭംഗിയാട്ടാ. പിന്നെ നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലെല്ലാം കയറി പ്രദക്ഷിണെല്ലാം വെച്ചു. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ ചുറ്റും ബീച്ചാണ്. ഇതാ കണ്ട ഈ ലൈറ്റിങ് സൂപ്പർ അല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെല്ലാവരും ശിവന്റെ പ്രതിമന്റെ അടുത്തേക്ക് പോയി. ശിവഭഗവാന്റെ പ്രതിമക്ക് എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. കാരണം അവിടെ കുറെ കമ്പിയെല്ലാം കെട്ടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് അധികം അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അവിടെ കുറച്ചു നേരം നടന്ന് പിന്നെ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നേരെ അമ്പലത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചുപോയി. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ വിശ്രമിക്കുന്ന കണ്ടിട്ടുണ്ടായിന്. അപ്പൊ നമ്മളും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു റിലാക്സ് ഫീൽ ആയിരുന്നു അവിടെ കിടക്കുമ്പോൾ. ആ കടലിൽ നിന്നുള്ള കാറ്റും പിന്നെ അമ്പലത്തിന്റെ ലൈറ്റിങ്ങും ഒക്കെ കൂടി അടിപൊളിയായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. സീ ടു ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.